നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. വയനാട്ടിൽ ബദൽ പാത എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓരോ വർഷവും പുതിയ പദ്ധതികൾ പലത് പ്രഖ്യാപിക്കുമ്പോഴും അധികൃതർ മറന്നുപോയ പാതയാണ് പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡ്. വനംഭൂമിക്ക് പകരം ഭൂമി നിരുപാധികം വിട്ടു നൽകിയിട്ടും 9 കിലോമീറ്റർ മാത്രമുള്ള ഈ ചുരമില്ലാ പാതയെ എല്ലാവരും അവഗണിക്കുകയാണ്. പുതുവർഷത്തിൽ വയനാട്ടിലേക്ക് എത്തിയ സഞ്ചാരികളും സാധാരണക്കാരും മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിലായിരുന്നു. രോഗികളും കുട്ടികളും സ്ത്രീകളും വയോധികരും നേരിട്ടത് സമാനതകളില്ലാത്ത ദുരിതം. ഈ സാഹചര്യത്തിലാണ് പ്രായോഗികമായി നടപ്പാക്കാവുന്ന പൂഴിത്തോട് പടിഞ്ഞാറത്ര ബദൽ റോഡിന്റെ പ്രാധാന്യം. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കവേ 1994-ലാണ് 9.6 കോടി രൂപ വകയിരുത്തി റോഡ് നിർമ്മാണം തുടങ്ങിയത്. പാലം ഉൾപ്പെടെ നിർമ്മിച്ച് 13 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാക്കി. 52 ഏക്കർ വെസ്റ്റേൺ ഫോറസ്റ്റ് ഭൂമിക്ക് പകരം പടിഞ്ഞാറത്തറ പഞ്ചായത്തും ജനങ്ങളും ചേർന്ന് 104 ഏക്കർ ഭൂമി വനംവകുപ്പിന് കൈമാറി. എന്നിട്ടും പാത യാഥാർത്ഥ്യമായില്ല. ഇത് ഫോറസ്റ്റിൽ കൂടെ ആണെന്നും പറഞ്ഞുകൊണ്ട് വെസ്റ്റേഡ് ഫോറസ്റ്റിൽ കൂടെ, അതായത് ഈ തരിയോട് ഡാം, ബാണാസുര സാഗർ ഡാമിന് വേണ്ടിയിട്ട് തരിയോട് ടൗൺ ഒഴിപ്പിച്ചപ്പോൾ ആശ്രയിക്കാൻ ടൗണില്ലാതായ എസ്റ്റേറ്റുകൾ, 22ഓളം എസ്റ്റേറ്റുകൾ 1971 വെസ്റ്റേഡ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്ത പണ്ട് കൃഷി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാപ്പിയും കൊടിയൊക്കെ ഉണ്ടായിരുന്ന എസ്റ്റേറ്റുകളാണ് ഇത്. ഇതിലൂടെ ലോറി പോയിക്കൊണ്ടിരുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ 30 കൊല്ലമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് നമുക്ക് തിരിയില്ല, പക്ഷേ കല്ലൊക്കെ ഇട്ട് നല്ല ലോറി പോയിക്കൊണ്ടിരുന്ന ഇത് 9 കിലോമീറ്റർ ഇതിലൂടെ ഇവിടുന്ന് ഇതിൻ്റെ ദൂരമുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥ, ആകെയുള്ള ഒരു ചുരവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എത്തിപ്പെടാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് തലേന്നേ പോയി കോഴിക്കോട് പോയി റൂം എടുക്കേണ്ട അവസ്ഥയാണ് വയനാട്ടുകാരുടെ. വയനാട്ടിൽ നിന്ന് ചുരമില്ലാത്ത, ചെലവ് കുറഞ്ഞ, പാരിസ്ഥിതിക ആഘാതമില്ലാത്ത റോഡെന്ന നിലയിൽ റോഡിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാറി മാറി വന്ന സർക്കാരുകൾക്കുമായില്ല. റോഡ് കടന്നു പോകുന്ന പ്രദേശം റിസർവ് വനമല്ലെന്നും പഴയ എസ്റ്റേറ്റ് ഭൂമിയാണെന്നും അതുകൊണ്ട് തന്നെ സാങ്കേതിക തടസ്സങ്ങൾ എളുപ്പത്തിൽ മറികടക്കാനാവുന്നതുമാണെന്നാണ് ജനകീയ കർമ്മസമിതി പറയുന്നത്. ബദൽ റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ട് പടിഞ്ഞാറത്തറ ടൗണിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണ ക്യാമ്പയിനും അനിശ്ചിതകാല ധർണയും ആരംഭിച്ചിട്ട് 1 മാസം പിന്നിട്ടു. ന്യൂസ് 18 വയനാട്. നാടൻ വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ഭക്ഷ്യമേള. കോഴിക്കോട് മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് സ്കൂളിലായിരുന്നു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ നാടൻ വിഭവങ്ങളാണ് മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് സ്കൂളിൽ നടത്തിയ ഭക്ഷ്യമേളയെ വ്യത്യസ്തമാക്കിയത്. നാടൻ വിഭവങ്ങൾക്കു പുറമെ ഉത്തരേന്ത്യൻ വിഭവങ്ങളും അണിനിരന്നു. പഠന മികവിന് പുറമെ കുട്ടികളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള കഴിവ് കൂടി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കുട്ടികളിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ രക്ഷിതാക്കളെ അത് അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇവിടെ സ്കൂളിൽ വളരെയധികം പാരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ചിരുന്ന് അവരുടേതായ ടേസ്റ്റിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ എല്ലാ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നിരവധി രുചിക്കൂട്ടുകൾ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭവമായി. ടീച്ചേഴ്സും കുട്ടികളും ഉണ്ടാക്കിയ ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ വീട്ടിൽ പരീക്ഷിക്കാത്ത ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവരിന്ന് ടീച്ചേഴ്സും കുട്ടികളും കൂടെ പരീക്ഷിച്ചിട്ടുണ്ട്. അത്രയും ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുപോലെ ഇത്രയും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നത് തന്നെ ഒരു കുളിർമയല്ലേ. അത്ര വെറൈറ്റി കാഴ്ചകളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 മുക്കം. കണ്ണൂർ ആലക്കോട് നടന്ന ആനയൂട്ട് ശ്രദ്ധേയമായി. അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആനയൂട്ട് സംഘടിപ്പിച്ചത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ 7 ആനകളുമായാണ് ഉത്സവം പൊട്ടിപ്പൊടിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കൊമ്പന്മാർ ഉത്സവ ചടങ്ങിലെ പ്രത്യേക ആകർഷണമായി. കണ്ണൂർ ജില്ലാ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട്. ഏഴ് ഗജവീരന്മാർക്ക് ഒരുമിച്ച് ആനയൂട്ട് നടക്കുന്നത് ജില്ലയിൽ തന്നെ ആദ്യമായാണ്. ഓലയമ്പാടി ഭദ്രനാനയ്ക്ക് ഒരു പട്ടാഭിഷേകവും അതുപോലെ തന്നെ വടക്കുനാഥൻ ഊട്ടിനോട് സമാനമായ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ആനകളെ ആദരിച്ചതിൽ പാപ്പാന്മാർക്കും ഏറെ സന്തോഷം. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ഭഗവതി തിടമ്പേട്ട ഓലയമ്പാടി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അഭിമാനമായി ഉയരാൻ പോന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭദ്രനെ കണ്ണൂർ ജില്ലാ ആനപ്രേമി സംഘത്തിൻ്റെ
ഒരു ആദരവെന്ന നിലയിൽ യുവകള്ളഭകേസരി പട്ടവും നൽകി. തൃശൂർ പൂരത്തിൽ തിടമ്പേറ്റാൻ അവസരം ലഭിച്ച ഓലയമ്പാടി ഭദ്രന് ഗജരാജപ്പട്ടം നൽകിയാണ് ആനപ്രേമികൾ സ്വീകരിച്ചത്. കവാടത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ഭദ്രനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. ആലക്കോട് കൊട്ടാരം പ്രതിനിധി അജിത് രാമവർമ്മ ഗജരാജപ്പട്ടം നൽകി ആദരിച്ചു. ആനയൂട്ട് കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മണിക്കൂറുകളോളം കാത്തിരുന്നാണെങ്കിലും ആനയെ ഊട്ടാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആളുകൾ മടങ്ങിയത്. ന്യൂസ് 18 ആലക്കോട്. കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ആന്റണി ജോൺ MLA യുടെ അധ്യക്ഷതയിൽ നടന്നു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനപ്രകാരം കോതമംഗലം താലൂക്കിലെ 3 ബസ് സ്റ്റാൻഡുകളിലെ ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. 5 പഞ്ചായത്തുകളിൽ ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. വാരപ്പട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ജലാശയം നീരുറവകളും മണ്ണിട്ട് നികത്തുന്നതായി പരാതി. അനധികൃത നടപടികൾക്കായി വില്ലേജ് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. നികത്തലിൽ നടപടി വേണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ആനാട് പഞ്ചായത്തിലെ ചുള്ളിമാനൂർ മഞ്ഞക്കോട്ട് മൂലയിൽ പൊതുതോടും നീരുറവകളും മണ്ണിട്ട് മൂടുന്നതായാണ് പരാതി. വാമനപുരം നദിയിൽ പതിക്കുന്ന ഈ തോടുകളുടെ നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. കൊച്ചാട്ടുകാൽ, ഊറ്റുക്കലുങ്ങ്, പുലിക്കുഴി, ആറാംപള്ളി, കോട്ടപ്പറമ്പ് എന്നീ ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന തോടുകളാണ് ഇവ. അനധികൃത നികത്തലിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതായും ആരോപണമുണ്ട്. ഇതിൽ അന്വേഷണം വേണം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. സ്വകാര്യ വസ്തു ഉടമ പഞ്ചായത്തിൽ നിന്നും ഡെവലപ്മെന്റ് പെർമിറ്റ് വാങ്ങിയാണ് തോടുകൾ ഉൾപ്പെടെ മണ്ണിട്ട് മൂടുന്നതെന്നാണ് ആരോപണം. പുരയിടത്തിന് മധ്യത്തൂടെ ഒഴുകുന്ന തോട് വീതി കുറയ്ക്കുകയോ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് പെർമിറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കടുത്ത നിയമലംഘനമാണ് നടക്കുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത്. ലോറികളിൽ കുന്നിടിച്ചു കൊണ്ടുവരുന്ന മണ്ണ് തോടുകളിൽ ഇട്ട് മൂടുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമാഫിയ ഈ പ്രദേശത്ത് നിന്ന് ഒട്ടനവധി പാടങ്ങളും കുന്നുകളും ഒക്കെ വാങ്ങിക്കൂട്ടുകയും ഇവിടെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള തോട് നശിപ്പിക്കുന്ന രീതിയിൽ JCB ഇറക്കി തോടുകളൊക്കെ ഇടിച്ചു നിരത്തിയപ്പോൾ നാട്ടുകാർ പഞ്ചായത്തിലും അധികാരികളിലും വില്ലേജിലുമൊക്കെ പരാതി കൊടുത്തു. ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം സന്ദർശിച്ചു. അവരെല്ലാം വ്യക്തമായി നിർദ്ദേശം നൽകി ഈ തോടിനെ നശിപ്പിക്കരുതെന്നും അതിനെ നിലനിർത്തണമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആ സന്ദർഭത്തിൽ അതെല്ലാം ലംഘിച്ചു. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടാണ് പുതുതോട്. 100 വർഷത്തിന് മേൽ പഴക്കമുള്ള തോട്. കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങിയ ആൾ ഷെഫീഖ് എന്ന് പറഞ്ഞ ആൾ അനധികൃതമായി മൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂടുക മാത്രമല്ല, ആ തോടിന് കുറുക്കെ മതിലേറ്റി മറയ്ക്കുകയും അതിനടിയിൽ മൺപൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ വലിയമല പോലീസ് സ്റ്റേഷൻ എന്നുള്ള അങ്ങനെ തന്നെ എടുത്ത് പറയുകയാണ്. സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് അടക്കം വന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഈ രൂപത്തിൽ പണി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഇവിടെ കൃഷിയെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഇപ്പോൾ കുരുമുളക് ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളത് നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ്. അതുപോലെ തെങ്ങ്, റബ്ബർ എല്ലാം ഏതാണ്ട് നശിച്ച ഒരവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവൃത്തിയിലൂടെ തോടിന്റെ വലിയൊരു ഭാഗം നികത്തിക്കഴിഞ്ഞു. അശാസ്ത്രീയമായ നികത്തൽ മൂലം സമീപ വസ്തു ഉടമകളാണ് കഷ്ടത്തിലായത്. വെള്ളം ഒഴുകിപ്പോകാനാകാതെ മറ്റ് പുരയിടങ്ങളിൽ കെട്ടിനിന്ന് കൃഷിനാശം സംഭവിക്കുന്നത് പതിവായിട്ടുണ്ട്. തെങ്ങുകൾ, റബ്ബർ, വാഴ, മരച്ചീനി ഉൾപ്പെടെയുള്ള കൃഷികൾ നശിക്കുന്നുണ്ട്. മഴക്കാലമായാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. വലിയമല പോലീസും ആനാട് പഞ്ചായത്ത് അധികൃതരും നടപടി എടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇനിയും നികത്തൽ തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ. ന്യൂസ് 18 നെടുമങ്ങാട്. കോതമംഗലം സെന്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. സമ്മേളനത്തിന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സി ലിസ്മരിയ MSJ അധ്യക്ഷത വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ, സിസ്റ്റർ ജോബി, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പ്രിൻസിപ്പൽ റോമി KS എന്നിവർ പങ്കെടുത്തു.
സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട നാറാണംമൂഴി പഞ്ചായത്ത്. നാറാണംമൂഴി സഹകരണ ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെയാണ് പഞ്ചായത്ത് കുരുക്കിലായത്. ബാങ്കിനെതിരെ സഹകരണ രജിസ്ട്രാറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. റാന്നിയിലെ വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണ് നാറാണംമൂഴി പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ നികുതി വരുമാനം ഏറെയും നിക്ഷേപിക്കുന്നത് നാറാണംമൂഴി സഹകരണ ബാങ്കിലാണ്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ബാങ്കിൽ നിന്നും ദൈനംദിന ആവശ്യങ്ങൾക്ക് നിക്ഷേപത്തുക തിരികെ ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. പഞ്ചായത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ വസ്തുനികുതി അല്ലെങ്കിൽ നമ്മുടെ ഈ ടൗണുമായി ബന്ധപ്പെട്ടുള്ള കുറേ കടകളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ ലൈസൻസ് ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ തനത് വരുമാനം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു വരുമാനമൊന്നുമുള്ള പഞ്ചായത്തല്ല. അപ്പോൾ അങ്ങനെ ആ തനത് വരുമാനത്തിലുള്ള 10,57,000 രൂപയാണ് അവിടെ നിക്ഷേപമുള്ളത്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ചെക്കും അല്ലെങ്കിൽ കൊടുക്കുന്ന ബില്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ അവിടെ പണമില്ല എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള അംഗൻവാടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ പണം നൽകാൻ കഴിയാത്തതും പഞ്ചായത്ത് ഭരണസമിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പഞ്ചായത്ത് നൽകുന്ന ചെക്കുകൾ തുടർച്ചയായി മടങ്ങുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് നിക്ഷേപിച്ച 10,75,000 രൂപ തിരികെ ലഭിക്കാൻ സഹകരണ രജിസ്ട്രാറെ സമീപിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം രൂപത ആശാകിരണം ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ലോക ക്യാൻസർ ദിനാചരണം ബിഷപ്പ് ഹൌസിൽ നടന്നു. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 15ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശത്തെ 50ഓളം പ്രതിഭകൾക്ക് ആദരമേർപ്പെടുത്തിയാണ് വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങിയത്. വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 15ാം പിറന്നാൾ ആഘോഷങ്ങൾക്കാണ് പ്രതിഭാ സംഗമത്തോടെ തുടക്കമായത്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് ഇതിനു മുൻപ് നിർവഹിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 15ാമത് വർഷവും ഇത്രയും ജീവനോടെ ഈ സംഘടന നിലനിൽക്കുന്നത്. ഡോക്ടർ KT ജലീൽ MLA മുഖ്യാതിഥിയായി. വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും പരസ്പരം അംഗീകരിക്കാനുമുള്ള മനസ്സന്നദ്ധതയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ലോകം മുഴുവൻ പിന്തുടരുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 50 പ്രതിഭകളെ അനുമോദിച്ചു. 15 വർഷ കാലയളവിൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ 12 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. 15ാം വാർഷിക സമ്മേളനവും ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികൾക്ക് ഫോറം നേതൃത്വം നൽകും. ന്യൂസ് 18 തിരൂർ. കൊല്ലം റൂറൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. കൂൾ ഓഫ് ടൈം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം റൂറൽ പോലീസ് മേധാവി സുനിൽ ML നിർവഹിച്ചു. കൊല്ലം റൂറൽ അഡീഷണൽ SP സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റാണി K പിള്ള ആശംസകൾ അറിയിച്ചു. സഫയർ ഫ്യൂച്ചർ അക്കാദമി CEO ഡോക്ടർ T സുരേഷ് കുമാർ ക്ലാസ് നയിച്ചു. SSLC +2 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. അസോസിയേഷൻ ഭാരവാഹികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സ്ത്രീകളെ ശാരീരികമായും മാനസികമായും സ്മാർട്ടാക്കാൻ വനിതാ ജിംനേഷ്യം ഒരുക്കി പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. മുതുതല ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി കോമ്പൌണ്ടിലാണ് ജിംനേഷ്യം സ്ഥാപിച്ചത്. 17.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. പട്ടാമ്പി മുതുതല ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജിം ഒരുക്കിയത്. മുതുതല ആയുർവേദ ആശുപത്രിയുടെ അടുത്താണ് ജിംനേഷ്യം. ഇവിടെ ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷവും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ 2.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്തിനകത്ത് ഏറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ നാം ഇന്ന് കാണുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയും. 1995 73-74 ഭരണഘടനയുടെ ഭേദഗതി കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഏതുണ്ട് എന്ന് പരിശോധിച്ചാൽ
ഏറെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളമാണ് അത് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വനിതകൾക്ക് മാത്രമായി പട്ടാമ്പി മണ്ഡലത്തിൽ ജിംനേഷ്യം തുടങ്ങുന്നത്. പുലർച്ചെ 5:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് ജിംനേഷ്യത്തിന്റെ പ്രവൃത്തി സമയം. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാവും നടത്തിപ്പും പരിപാലനവും. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിൽ വാഴഗ്രാമം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാളെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാറശാലക്കാരനായ ഇദ്ദേഹം ഒരു എക്സിബിഷൻ വേണ്ടിയാണ് കണ്ണൂരിലെത്തിയത്. പേര് വിനോദ്. വാഴച്ചേട്ടൻ എന്നാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. വിനോദിനെ അറിയാത്ത വാഴക്കർഷകർ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 500-ലധികം വാഴവിത്തുകളുടെ ശേഖരമുള്ള ഒരു കർഷകനാണ് വിനോദ്. എന്നാലും സംസ്ഥാന കൃഷി വകുപ്പ് അദ്ദേഹത്തെ തഴഞ്ഞ മട്ടാണ്. അന്താരാഷ്ട്ര എക്സിബിഷൻ ഉൾപ്പെടെ കേരളത്തിന് പുറത്ത് 25ഓളം എക്സിബിഷനുകളിൽ പങ്കെടുത്തു. എങ്കിലും കേരളത്തിൽ ആദ്യമായാണ് ഒരു എക്സിബിഷന് കണ്ണൂർ വേദിയായത്. കേരളത്തിലൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർക്ക് ഇങ്ങനൊരു വാഴ ആളുള്ളത് പോലും അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും അറിഞ്ഞൂടാ. അതിൻ്റെ ഭയങ്കര സങ്കടം. ഞാനൊരു അന്താരാഷ്ട്ര എക്സിബിഷൻ അടക്കം ഒരു 10-25ഓളം എക്സിബിഷൻ കേരളത്തിന് പുറത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ എൻ്റേതായ ഒരു എക്സിബിഷൻ വന്നത്. പലരും എന്നെ നിന്ന് വാഴക്കല കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റേതായ പേരിൽ വാഴച്ചേട്ടൻ്റെ പേരിലോ വാഴഗ്രാമിൻ്റെ പേരിലോ ഒരു എക്സിബിഷൻ നടത്തുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. 12ാമത്തെ വയസ്സിൽ വാഴകൃഷി തുടങ്ങിയതാണ്. 15 വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് വിനോദിനെ വാഴകളുടെ തോഴനാക്കി മാറ്റിയത്. ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബനാന സെൻ്ററുണ്ട് കണ്ണാറെ. അവിടെ പോയി അവരുടെ വളരെ കൂളായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വാഴക്കന്ന് വെളിയിൽ ആർക്കും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് വാഴക്കന്ന് കിട്ടുമെങ്കിൽ ഈ വാഴക്കന്ന് എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ. ഞാൻ അവരുടെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അതിൻ്റെ തിക്തഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട പല അംഗീകാരങ്ങളും യൂണിവേഴ്സിറ്റി തടഞ്ഞ് ഇല്ലാതാക്കിയിട്ടുണ്ട്. വാഴകൃഷിയിൽ വിജയഗാഥ രചിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഇനങ്ങളായ കരിങ്കദളി, ചാമ്പയണ്ണാൻ, ചെന്നാലി, മൊട്ടപ്പൂവൻ, പെരുമ്പടലി, ആയിരങ്കാപ്പൂവൻ, വിദേശ ഇനങ്ങളായ CV റോസ്, സാമ്പ, ജാക്ക് ഫ്രൂട്ട്, ബനാന തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേസ്ബുക്കിൽ വാഴഗ്രാമം ഗ്രൂപ്പ് തുടങ്ങിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 1000ഓളം കർഷകർ ഈ ഗ്രൂപ്പിലുണ്ട്. വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴിയും എത്തിച്ചു കൊടുക്കുന്നു. 4.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വാഴപ്പഴങ്ങളുമായി ഇദ്ദേഹം രാജ്യം ചുറ്റുകയാണ് നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കാൻ. ന്യൂസ് 18 കണ്ണൂർ. ഇനി അറിയിപ്പ് നോക്കാം. PM കിസാൻ 13ാം ഗഡു ലഭിക്കാൻ ഈ മാസം 10-ന് മുൻപ് നടപടികൾ പൂർത്തീകരിക്കണം. ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട്, ആധാർ സീഡിംഗ്, EKYC, PFMS, ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിനായി ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കൽ തുടങ്ങിയവയാണ് പൂർത്തിയാക്കേണ്ടത്. കാർഷിക വികസന വകുപ്പ് നടത്തുന്ന വൈഗ 2023 ശില്പശാലയും കാർഷിക പ്രദർശനവും ഈ മാസം 25 മുതൽ മാർച്ച് 2 വരെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഇതിന്റെ പ്രചാരണാർത്ഥം വീഡിയോ സ്പോട്ട് എഡിറ്റിംഗ്, ഡോക്യുമെന്ററേഷൻ, ലൈവ് സ്ട്രീമിംഗ് എന്നിവയ്ക്കായി മത്സരാധിഷ്ഠിത കൊട്ടേഷൻ ക്ഷണിക്കുന്നു. ഈ മാസം 10-ന് മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി 20 മുതൽ മാർച്ച് 1 വരെ നടക്കുന്ന സഫലം RARS ഫാം കാർണിവലിന്റെ ഭാഗമായി ബോട്ടിൽ ആർട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 7-ന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃത്യത കൃഷിക്കായി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തുള്ളിനന സൗകര്യമുള്ള കൃഷി, പ്ലാസ്റ്റിക് മൾച്ചിംഗ് എന്നീ ഘടകങ്ങളുള്ള യൂണിറ്റുകൾക്കാണ് സഹായം. കർഷകർ കൃഷിഭവനുമായോ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനുമായോ ബന്ധപ്പെടുക. റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കായി റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഫെബ്രുവരി 6 മുതൽ 10 വരെയാണ് കോട്ടയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നടക്കുക. കോതമംഗലത്ത് കൃഷി അധിഷ്ഠിത പരിപാടിയായ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ രൂപീകരണ യോഗം നടന്നു. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും കൃഷിക്കാവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമാണ് FPO രൂപീകരിച്ചത്. രൂപീകരണ യോഗം കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷനായി.
കോതമംഗലം വാരപ്പെട്ടി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MS ബെന്നി അധ്യക്ഷനായിരുന്നു. LED ബൾബ് നിർമ്മാണ പരിശീലനം ഉദ്ഘാടനം കോതമംഗലം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TM ഇബ്രാഹിം കുട്ടി നിർവഹിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ബൈപ്പാസ് പാത പുനർനിർമ്മിക്കാൻ നടപടിയില്ല. പൊട്ടിപ്പൊളിഞ്ഞ പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാണ്. വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാതയാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. മൂന്നാർ പട്ടണത്തിൽ മാട്ടുപ്പെട്ടി, കുണ്ടള, വട്ടവട, ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ മേഖലകളിലേക്ക് കടന്നുപോകുന്ന വാഹനങ്ങൾ ആശ്രയിക്കുന്ന പാതയാണ് മാട്ടുപ്പെട്ടി ബൈപ്പാസ്. ടാറിംഗ് ഇളകി റോഡ് പലയിടത്തും തകർന്ന അവസ്ഥയിലാണ്. உள்ள வந்து 2 வண்டி உள்ள விழுந்திருக்கு. ஏற்கனவே நாங்கள் கம்ப்ளைண்ட்லாம் கொடுத்துருக்கோம். ஏன்னா இன்ன வரைக்கும் யாருமே வந்து சரி பண்ணல. இதுவும் இல்லாமல் ஸ்கூல் பஸ் போகிற இடம் வேறு அது ஏதாச்சும் ஒரு பெரிய ஆபத்து நடக்கிறதுக்கு முன்னாடி இது வந்து கொஞ்சம் சரி பண்ணணும். റോഡിലെ ഗട്ടറുകളിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നത് പതിവാണ്. സംരക്ഷണ ഭിത്തിയില്ലാത്തത് അപകട സാധ്യത കൂട്ടുന്നു. ഇന്ന സമയത്ത് അടി തട്ടിയിട്ട് പിന്നെ എൻജിൻ്റെ ആ ഭാഗത്ത് ലീക്ക് വന്ന് വണ്ടി ഇവിടെ ബൈക്കായിട്ടാണ് പോകുന്നത്. ഈ റോഡിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ റോഡിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് പെട്ടുകിടക്കുകയാണ്. റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് PWDയും മറ്റു വകുപ്പുകളും വ്യക്തത വരുത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വണ്ടികൾ ആക്സിഡന്റ് ആവുകയും അല്ലെങ്കിൽ അടി തട്ടുകയും ഇവിടെ സ്ഥിരം വണ്ടികൾ ഒരെണ്ണം കേടായിട്ട് നമ്മുടെ വാതിക്ക് കിടക്കുന്ന ഒരു സ്ഥിരം പരിപാടിയായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നാർ ബൈപ്പാസ് റോഡെന്നാണ് പറയുന്നത്. പക്ഷേ MLAയോട് പറഞ്ഞിട്ട് MLA പറയുന്നത് ഇത് MLA റോഡിൻ്റെ ഇതല്ല, ഇത് PW ആയിരുന്നു. PWയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ റോഡേ ഇല്ല എന്നാൽ PW ആണ്. കമ്പനിയോട് ചോദിച്ചാൽ കമ്പനിക്ക് അറിയത്തില്ല. ഇത് ആരോട് ചോദിച്ചിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ ഒരു റോഡുണ്ടെന്നുള്ളതല്ല. ഈ MLA ഫണ്ടിലാണ് ഇത് റോഡ് പണിതെന്നുള്ളത് അറിയാം. പക്ഷേ ഇത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഇങ്ങനെ ഒരു റോഡ് വെക്കുന്നത് അത് ഭയങ്കര ഒരു കഷ്ടമാണത്. വിനോദസഞ്ചാരികളുടേതടക്കം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടും റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല. ന്യൂസ് 18 മൂന്നാർ. പട്ടാമ്പിയിൽ മിനി വൈദ്യുത ഭവൻ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. വൈദ്യുതി വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച മിനി വൈദ്യുത ഭവൻ ഈ മാസം നാടിന് സമർപ്പിക്കും. 1,30,00,000 രൂപയാണ് പദ്ധതി ചെലവ്. വൈദ്യുതി വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പിയിൽ മിനി വൈദ്യുതി ഭവൻ സ്ഥാപിക്കുന്നത്. പട്ടാമ്പി കൂമ്പൻകല്ലിലുള്ള 37 kV സബ്സ്റ്റേഷന് സമീപം മിനി വൈദ്യുതി ഭവൻ നിർമ്മാണം പൂർത്തിയായി. 1,30,00,000 രൂപ ചെലവിട്ടാണ് നിർമ്മാണം. KSEB കെട്ടിട നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം. മിനി വൈദ്യുതി ഭവൻ ഉടൻ നാടിന് സമർപ്പിക്കും. ജനപ്രതിനിധികളും തദ്ദേശ സാരഥികളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പട്ടാമ്പി ടൗണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിവിഷണൽ ഓഫീസ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ട് മാറും. ഇവിടെ കൂമ്പങ്കല്ല് പട്ടാമ്പി കോളേജിനടുത്തുള്ള കൂമ്പങ്കല്ലിനടുത്തായിട്ട് ഉള്ള സബ്സ്റ്റേഷന്റെ സമീപത്താണ് ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇത് നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നത് വൈദ്യുതി വകുപ്പിന്റെ അതുപോലെ KSEBയുടെ സ്ഥലത്താണ് ഇത് പൂർത്തീകരിക്കാൻ പോകുന്നത്. KSEBയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസുകളും ലഭ്യമാകുകയും എല്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. നിലവിൽ വൈദ്യുതി വകുപ്പിന്റെ പല ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മതിയായ സ്ഥല സൗകര്യങ്ങളില്ലാത്തത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മിനി വൈദ്യുതി ഭവൻ പദ്ധതി ആവിഷ്കരിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസുകൾ മിനി വൈദ്യുതി ഭവനിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.